അപ്പോൾ ഓണക്കാരല്ലേ, നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കിയാലോ. കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് തോനെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 15 കൊല്ലമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കായൻ്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് മഞ്ഞൾ വെള്ളത്തിലാണ് ഇടുന്നത്. മഞ്ഞൾ വെള്ളത്തിലിട്ടാലാണല്ലോ കറ ഉണ്ടാവാതിരിക്കുക, കറ പോവുക. അപ്പോൾ കറ പിടിക്കാതെ അങ്ങനെ കറുത്തിരിക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പം നമുക്കൊരു നല്ല ഗോൾഡൻ കളറിലിരിക്കണുണ്ടേ. ഗോൾഡൻ കളറിലിരിക്കണ്ടേ, നല്ല എന്താ പറയുക, സ്വർണം തിളങ്ങുന്ന പോലെ ഇരിക്കണേ. ഉപ്പേരിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഉപ്പേരിയല്ല കേട്ടോ, ശർക്കര വരട്ടി. അപ്പോൾ ഇവരിത് സ്കെയിലൊക്കെ വെച്ച് മുറിക്കണ മാതിരിയാണ് മുറിക്കുക. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല 3 കട്ട് ചെയ്താൽ 3 വലിപ്പത്തിലിരിക്കും. അപ്പോൾ അത് കട്ടൊക്കെ ചെയ്ത് വെച്ചു. ഇപ്പോൾ വെളിച്ചെണ്ണ ഓയിലിൽ കറക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് പിശിന്നിരുന്ന് എല്ലാം കൂടെ വാരി ഇട്ടപ്പോൾ കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ല, ഇല്ലെങ്കിൽ ഒന്നൊന്നിലും ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല, ഉണങ്ങില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കിയിട്ടാൽ എല്ലായിടത്തും ഒന്ന് എണ്ണയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടൂലല്ലോ, അങ്ങനെ. അപ്പം അങ്ങനെ ഇളക്കി ഇടുന്നുണ്ടോ. അച്ചിയാണ് കേട്ടോ ഉണ്ടാക്കണേ. അച്ചിയുണ്ട്, അമ്മയുണ്ട്, മാമനുണ്ട്, മേരിയമ്മയുണ്ട്, പിന്നെ വേറെ 2 പേരുണ്ട്, മനോജേട്ടനുണ്ട്. എല്ലാവരും കൂടിയാണ് ഉണ്ടാക്കണേ. പിന്നെ ഞാനും ഉണ്ട്. വെറുതെയാണ്, എനിക്ക് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ സോപ്പിട്ട് പുറകെ നടന്ന് വീഡിയോ എടുക്കുന്നു, അങ്ങനെ. അപ്പോൾ ഒരു പാകം നോക്കി കോരുട്ടോ, അങ്ങനെ. എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഇടണം എന്ന് ആഗ്രഹമുണ്ട്, ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറ്റുമോയെന്നറിയില്ല. എനിക്കൊരു എക്സാമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ മാക്സിമം ശ്രമിക്കും എല്ലാ വീഡിയോസും കിട്ടാനും ഇടാനൊക്കെ. നമുക്ക് നല്ല ഗോൾഡൻ കളറായില്ലേ നോക്കിക്ക്, അടിപൊളിയല്ലേ. അപ്പോൾ വറുത്ത് കോരിയതാട്ടോ ഇത്. ആദ്യം അത് ലാസ്റ്റ് സ്റ്റേജാണ്, വറുത്ത് കോരാനുള്ള സ്റ്റേജായിരുന്നു. ഇത് വറുത്ത് കോരി കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് കേട്ടോ. ആ കൈകളുടെ ഉത്തരവാദി ഞാനാണ്, ആ കൈകളുടെ ഉടമസ്ഥ ഞാനാണ്. അങ്ങനെ പറയാൻ വന്നേ. എന്താ അറിയില്ല, ഇന്ന് ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഫുള്ള് വെള്ളി വീഴുന്നുണ്ട്, ഫുള്ള്. ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ശർക്കര വരട്ടി ആക്കാൻ വേണ്ടിയിട്ട് ഉരുളി വെച്ചിട്ടോ. പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയായിരിക്കും, ഉപ്പിടില്ല കേട്ടോ നമ്മൾ. കായ ഉപ്പേരിക്കാണ് ഉപ്പിടുക, ഇത് ഉപ്പേരിയല്ലല്ലോ, ശർക്കര വരട്ടിയല്ലേ. അപ്പോൾ ഉപ്പിടില്ല. ഇതിപ്പം പാനി ആക്കാൻ വേണ്ടിയിട്ട്, ശർക്കര പാനി ആക്കാൻ വേണ്ടിയിട്ട് ഉരുളി വെച്ച്, ഉരുളിയിൽ വെള്ളം ഒഴിച്ചു. ഇനി ശർക്കര ഇടണം, ഉരുക്കണം ശർക്കര. അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാനുള്ളൂ, അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് അളവൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. കുറച്ചുണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ കുറച്ച് കൂടുതലുണ്ടാക്കുന്നുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട്, കുറച്ചധികം. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ. പിന്നെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാവർക്കും. മാമൻ ഉരുളിയിലേക്ക് എല്ലാം ഇട്ടു, ഇളക്കുന്നു. അച്ഛൻ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അടുത്ത ട്രിപ്പ്, ഒരു ട്രിപ്പും കൂടി ഇടും കേട്ടോ. ശർക്കര പൊടിച്ചാണ് കേട്ടോ ഇത്, ശർക്കര. ഇവിടെ ശർക്കര പൊടിച്ചാൽ വാങ്ങുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് കരടൊന്നും ഉണ്ടാവില്ല, നല്ല ശർക്കര അങ്ങനെ കിട്ടുക. ശർക്കരയിൽ മിക്കവാറും കരടുണ്ടാവുമായിരിക്കും, ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇവർ പൊടിച്ച ശർക്കര കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ പിന്നെ ഉരുകാനും എളുപ്പമുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കളർ ശ്രദ്ധിച്ചോട്ടോ, ഈ കളറങ്ങ് മാറും നമ്മുടെ ശർക്കര തിളച്ച് തുടങ്ങുമ്പോൾ. അപ്പോൾ ആനി കുറുകി വരുമ്പോൾ വേറൊരു കളറാവുന്നതല്ല ശരിക്കും, തണുത്ത് കഴിഞ്ഞാൽ ഈ കളറാവും, പക്ഷേ അതൊരു വേറൊരു ഭംഗിയുണ്ട് ആ കളറിന്. അപ്പോൾ ഓരോന്നും ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇതുരുക്കണം, കട്ടയൊന്നും ഇല്ലാതെ ഇങ്ങനെ നല്ല ഫൈനായിട്ട് ഉരുക്കി അങ്ങനെ ആക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു തരട്ടെ. എനിക്ക് കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, കിച്ചടിയുടെ, പിന്നെന്താ ഇഞ്ചിക്കറിയുടെ, അതൊക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വഴിയെ നമുക്ക് ശ്രമിച്ച് നോക്കാം. അപ്പോൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ശ്രമിക്കും. ശർക്കരയുടെ പതുക്കെ തിളയൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അവിടെ ഉരുളിയുടെ അങ്ങി മൂലൊക്കെ പതുക്കെ തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്.
നല്ല ഭംഗിയില്ലേ, എന്ത് കളറാല്ലേ മുമ്പ. അപ്പോൾ ആ ഒരു നല്ല ചൂടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. ഞാനെൻ്റെ ചുവട്ടിൽ പോയിരുന്നു ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. എന്ത് ഭംഗിയാണ് അത് കത്തുന്ന കാണാൻ, ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. നമ്മുടെ ഉരുളിയാണ് കേട്ടോ അതിൻ്റെ മുകളിലിരിക്കുന്ന, അതിൻ്റെ കാലാണ് കാണുന്നത്. അതാ പായസം, അതാ പാനി തിളച്ച് തുടങ്ങി. നമുക്ക് ആ ഒരു ഷെയ്ഡ് വരും ഫുള്ള്, നോക്കിക്കോട്ടോ, ഫുള്ള് കണ്ടോ, ഉരുകി ഉരുകി നോക്ക്. എന്താ നമ്മൾ ഇത്രയും നേരം കണ്ടൊരു കളറല്ലല്ലോ ഇത്. സൂക്ഷിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ട് ചെയ്യണം കേട്ടോ. ഒരു തരി തെറിച്ചാൽ മതി, നമ്മുടെ കൈ ശരിക്കും എവിടെ തെറിക്കുന്നോ അവിടെ ശരിക്കും പൊള്ളിപ്പോവും. കാരണം നല്ല ഇങ്ങനെ കൊഴുത്തിരിക്കല്ലേ. അത് ജീരകം പൊടിച്ചതാണ് കേട്ടോ ഇട്ടത്. നമ്മൾ പൊടികളൊക്കെ ചേർക്കാം. ജീരകം ഇങ്ങനെ ഉരുകി കഴിയുമ്പോൾ, ഇത്രയായി കഴിയുമ്പോൾ ജീരകം, ഏലക്കാപ്പൊടി. ഇപ്പം ഇട്ടത് ഏലക്കാപ്പൊടിയാണ്, ആദ്യം ഇട്ടത് ജീരകം, ഇപ്പം ഇട്ടത് ഏലക്കാപ്പൊടി. പിന്നെ എന്താ ഇടുക നമ്മൾ, പിന്നെ ചുക്ക് എടുക്കും. അച്ഛനാണ് കേട്ടോ ഇടുന്നത്. ചുക്കിട്ടില്ല, അത് ഏലക്കാപ്പൊടിയുടെ ബാലൻസാണ് ഇട്ടത് കേട്ടോ. അങ്ങനെ അതല്ല ഒരു ഫ്ലേവർ കിട്ടുക ചുക്കിൻ്റെയും ഒക്കെ. നല്ലൊരു ഫ്ലേവറല്ലേ ശർക്കര വരട്ടിക്ക്. ശരിക്കും ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ എന്താ സദ്യയിലെ ഓരോ കൂട്ടങ്ങളും അങ്ങനെയാണല്ലോ. നമ്മുടെ ഇഞ്ചിക്കറി അതൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓരോ നമുക്കുണ്ടാവുന്ന ഗ്യാസ് ട്രബിളിൻ്റെയൊക്കെ അതിനൊക്കെ ബാലൻസ് ചെയ്യാനാണ് ഓരോ കറികളൊക്കെ. അപ്പോൾ ശർക്കര വരട്ടിയിൽ ചുക്കിടും, പിന്നെന്താ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചിട്ടിടും, ജീരകം, ചുക്കൊക്കെ നമ്മുടെ ഡൈജഷനെ ഓക്കെ ആക്കും. അങ്ങനെ ഇത് ചുക്ക് പൊടിച്ചതാണ് കേട്ടോ ഇട്ടത്. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷേ എന്താ അറിയില്ല, എവിടെ വെച്ചോ എന്തൊക്കെയൊക്കെയോ പാളുന്ന പോലെ ഒരു ഫീലിങ്സ് ഒന്നുണ്ട് കേട്ടോ. എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഞാനിത് 3 പ്രാവശ്യം കണ്ട് ടേക്ക് ഇട്ടു, എന്നിട്ടാണ് ഞാനിതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളല്ലേ, വേറെ ആരും എന്ത് പറയാനാ എന്ന് വിചാരിച്ചിട്ടാണ് ബാലൻസ് ചെയ്യാനിങ്ങനെ സാരില്ല എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ അതിൻ്റെ അളവ് പാകം നോക്കാണ് കേട്ടോ. അപ്പോൾ ഒറ്റനൂൽ പാകത്തിനാണ് നമ്മൾ നമ്മുടെ കായ വറുത്തതിടുക കേട്ടോ. ഒറ്റ നൂലാവണം കേട്ടോ. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇതെടുത്തത്. അപ്പോൾ അത് പാകമൊക്കെ നോക്കിയാണ് നമ്മൾ കായ ഇടുക. ഇല്ലെങ്കിൽ നമ്മുടെ ശർക്കര വരട്ടി ശരിയാവില്ല. എല്ലാത്തിനും ഓരോ പാകം ഉണ്ടല്ലോ, എല്ലാത്തിനും ഓരോ പാകം അളവൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ആ പാകമായിട്ടുണ്ട്. അപ്പോൾ അവർ ഉരുളിന്ന് പാത്രത്തിൽ ഇതെടുക്കാൻ പോയതാണ് കേട്ടോ, കായ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ ആ ഒറ്റ നൂല് പാകത്തിലാണ് എല്ലാം നമ്മൾ ചെയ്യണത്. എന്നാലാണ് അതിൻ്റെ മുകളിൽ ആ കോട്ടിങ് ആയിട്ട് പിടിക്കുക. നമ്മൾ ചൂടത്ത് തന്നെ ഇട്ടേക്കുമ്പോൾ അതങ്ങനെ കോട്ടിങ് ആയിട്ട് പിടിക്കില്ല. പക്ഷെ തണുത്ത് വരുന്തോറും ശർക്കര വരട്ടി ശരിക്കും ആ ഒരു ഇതിൽ വരും. ശർക്കര വരട്ടി ഇരിക്കുന്ന എങ്ങനെയോ അങ്ങനെ വരും. ഫുള്ള് ശർക്കരയൊക്കെ പിടിച്ച് അങ്ങനെ. പിന്നെ പഞ്ചസാര ഇട്ടു കേട്ടോ അതിൻ്റെ അകത്ത്. അത് നമ്മൾ കായ വറുത്തത് ഇട്ട് കഴിയുമ്പോഴാണ് പഞ്ചസാര ഇടുന്നത്. നമ്മളപ്പോൾ ഇനി എന്താ പോകുന്നത്, അത് ഇതിടാൻ പോവാണ് കായ വറുത്തത്. കായ വറുത്തത് ഇട്ടു. കായ വറുത്തത് തണുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇടുന്നത്. തണുത്തതാണ് എന്നിട്ടാണ് ഇടുന്നത്. ഇനി നമുക്ക് എന്താ പറയുക, നമുക്ക് ഇളക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇത് കുറേ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്ര ബുദ്ധിമുട്ട്. അപ്പം മാമനിങ്ങനെ ഉരുളിക്ക് ചുറ്റും നടന്നാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒന്ന് കിടന്ന് കുറച്ചൊരു ലൂസ്നെസ് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും. അത് മാറുന്ന വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. പാകമായി, എന്നാലും അതിങ്ങനെ എല്ലാമായിട്ട് യോജിക്കാൻ, എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇനി പഞ്ചസാര ഇട്ടു കേട്ടോ. പഞ്ചസാര ഇട്ടു. പഞ്ചസാര അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കണ കാണാറില്ലേ, ശർക്കര വരട്ടിയുടെ മുകളിലുണ്ടാവുമല്ലോ പഞ്ചസാര. അത് ഇനി ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്നതിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ എപ്പോൾ ഉണ്ടാക്കിയാലും പഞ്ചസാരയൊക്കെ ഇടും അങ്ങനെ. അപ്പോഴാണ് ഇങ്ങനെ ഉരുകിയിരിക്കുക, അതിൻ്റെ പുറം വശത്ത് ഇങ്ങനെ ഉരുകിയിരിക്കുന്നുണ്ടാവും പഞ്ചസാര. നമുക്ക് നല്ല കളറല്ലേ, എന്ത് ഭംഗിയാണ് നോക്കിയേ. നമ്മുടെ ശർക്കര വരട്ടിക്കും ആ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റാണ്.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശർക്കര വരട്ടി. എനിക്ക് ആദ്യം ശർക്കര വരട്ടി ഇഷ്ടമില്ലായിരുന്നു, ഉപ്പേരി മാത്രമായിരുന്നു ഇഷ്ടം. ഇപ്പം എനിക്ക് ശർക്കര വരട്ടിയാണ് ഇഷ്ടം ഉപ്പേരിനേക്കാളും. എപ്പോഴും എന്താണെന്നറിയില്ല, ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി ഒരു പാകം എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴാണ് ഇതുപോലെ ആവുക. നമ്മൾ നോക്കി ശർക്കര വരട്ടിയുടെ മുകളിൽ പഞ്ചസാര കൊട്ടിപ്പിടിച്ചിരിക്കണുണ്ടോ. ഇതിങ്ങനെ തണുപ്പ്, അതായത് നമ്മുടെ ശർക്കര വരട്ടി തണുക്കും തോറും ഇതിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി വരും. അതിൻ്റെ മുകളിലത്തെ കോട്ടിങ്ങൊക്കെ ഇങ്ങനെ പിടിച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുള്ളൂ. നോക്കിക്കേ, സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. ഇനി നമ്മുടെ ഓണത്തിന് ഇങ്ങനെ എന്താ പറയുക, ഇനി ഓണത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. ഇനിയിപ്പം തന്നെ അത്താവും, പിന്നെ 10 ദിവസം കഴിഞ്ഞാൽ ഓണമായി. അങ്ങനെ ഈ വർഷത്തെ സെലിബ്രേഷനൊക്കെ അവസാനിക്കില്ല എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം, പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. അങ്ങനെ നമ്മുടെ സ്വന്തം ശർക്കര വരട്ടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.